ഓസോടെക് കോയമ്പത്തൂർ ബേസിക് കമ്പനി ബീം നമ്മളെ കേരളത്തിലെ ആദ്യത്തെ വണ്ടിയാണ്. തിരുവനന്തപുരം നഗരൂർ ആൽത്തറമൂട് ദേശത്ത് എത്തപ്പെട്ടിരിക്കുന്നു. ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വണ്ടിയാണ്. കമ്പനി 220 പറയണത്. 200 എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. ഇലക്ട്രിക് വണ്ടിയാണ്. 4 മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് സമയം വരുന്നത്. 4 മണിക്കൂർ. ഒരു മാസത്തിന് മുമ്പേ ബുക്ക് ചെയ്ത വണ്ടിയാണ്. അവിടെ മകരപ്പൊങ്കൽ അവധിയൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച താമസം വന്നുപോയി. ഇത് വണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്, നോൺ രജിസ്ട്രേഷൻ വാഹനമല്ല. അവിടെ നിന്ന് പേപ്പറെല്ലാം ക്ലിയർ ചെയ്ത് RTO, തമിഴ്നാട് RTO എല്ലാം പേപ്പർ ബില്ലെല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വണ്ടിയാണ്. വണ്ടി വില ഏകദേശം 165, 170 അടുപ്പിച്ച് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ആകും. പിന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കാം. പിന്നെ ഇതിനു മുമ്പേ എടുത്ത വണ്ടിയാണ്. 1.25 കൊല്ലമായി കൊമാക്കി ക്യാറ്റ് 2 എന്നുള്ളൊരു വാഹനം. ഇത് സൊസൈറ്റി പാലിൻ്റെ ഉപയോഗത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് 1.25 കൊല്ലമായി വണ്ടി എടുത്തിട്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ റേഞ്ചിൻ്റെ ഒത്തിരി കുറവുണ്ട്. റേഞ്ചിൻ്റെ കുറവെന്ന് പറയുമ്പോഴത്തേക്ക് ലോഡ് ഉള്ളതുകൊണ്ട് 85-90 കിലോമീറ്ററിനകത്തെ കിട്ടണുള്ളൂ. അപ്പോൾ അത് രാവിലത്തേക്ക് അതിനെക്കാട്ടിയും കൂടുതൽ കിലോമീറ്റർ ഓടാൻ ഉള്ളതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഉച്ചയ്ക്ക് കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഒരു 10-40 കിലോമീറ്ററിനകത്തുള്ള ഓട്ടേ ഉള്ളൂ. പക്ഷെ 100 കിലോമീറ്റർ, 80-85 കിലോമീറ്ററിനകത്ത് ഓട്ടം ഉള്ളവർക്കാണെങ്കിൽ പറ്റിയ വണ്ടിയാണ്. അത് നോൺ രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടിക്ക് ലൈസൻസ് ഓട്ടിക്കാൻ വേണ്ട, RC ബുക്കില്ല, ഇൻഷുറൻസ് വേണ്ട, ടാക്സ് ഇല്ല, ഹെൽമെറ്റ് വയ്ക്കണ്ട, ഹെൽമെറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. RTO ആയിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാ തേരിയും കയറിക്കോളും. തേര് കയറാവുന്ന ഒരു പ്രശ്നമില്ല. നല്ല വണ്ടിയാണ്. വണ്ടിയെക്കുറിച്ച് ഒത്തിരി പഠിക്കണം. ഇത് അപ്പ് മോട്ടർ വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ബീം അപ്പ് മോട്ടറല്ല, മിഡ് ഡ്രൈവ് മോട്ടറാണ്. അതിനകത്ത് പറഞ്ഞ ഇതാണ് മിഡ് ഡ്രൈവ് മോട്ടറാണ് പറഞ്ഞത്. അത് ആ വണ്ടി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഒന്നുകൂടെ. പിന്നെ ഒരു വെറൈറ്റിക്ക് ഇത് ഒന്ന് എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചാണ് എടുത്തത്. ആ വണ്ടി തന്നെ നല്ല വിജയമായിരുന്നു. എനിക്ക് നല്ല വിജയമാണ്. 1.25 കൊല്ലം കൊണ്ട് വലിയ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അങ്ങനെ വലിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ടയർ ഇപ്പോഴ് 3ാമത്തെ ടയറാണ് ഇതിൽ കിടക്കണത്. 3 പ്രാവശ്യം ഈ കൊമാക്കി ക്യാറ്റ് 2 ടയർ മാറിയിട്ടുണ്ട്. നല്ല ഏകദേശം ഒരു ഇതുവരെ ഒരു 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 1.25 കൊല്ലം കൊണ്ട്. നല്ല വണ്ടിയാണ്. വണ്ടി വലിക്കാനാവട്ടെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. വേറെ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത വണ്ടിയാണ്. കേരളത്തിൻ്റെ റോഡിന് പറ്റിയ വണ്ടിയാണ് അത്. ഇതിനിപ്പോൾ എടുത്ത് ഉപയോഗിച്ച് നോക്കാറുണ്ട്. ഇത് പക്ഷേ ബോഡിയെല്ലാം മെറ്റലും എല്ലാം സ്ട്രോങ് ആണ്. 2 വണ്ടിയും ബോഡി മൊത്തം മെറ്റലും, ഒരു പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ സാധനങ്ങൾ ഇത് ഗ്ലാസ് ഡൂം മാത്രമേ ഉള്ളൂ ആ ഫൈബറും. ബാക്കി എല്ലാം മെറ്റലായിട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം കംപ്ലീറ്റും. പക്ഷെ ഇത് ഓടി നോക്കി
കുറേ ദിവസം ഓടി നോക്കുമ്പോഴേ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വല്ലതും ഉണ്ടോ അറിയാൻ പറ്റത്തുള്ളൂ. മറ്റേതിന് ഒരു കുഴപ്പമില്ല, ക്യാറ്റിന് ഒരു പ്രശ്നമില്ല, അതിന് അങ്ങനെ വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത് 100% ഉറപ്പാണ്. ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ച് ഉണ്ട്. നല്ല വണ്ടിയാണ്. പക്ഷെ നോക്കിയൊക്കെ ശ്രദ്ധിച്ചൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് ഓടിച്ച നല്ല വണ്ടിയാണ് ക്യാറ്റ് 2. ഇപ്പോൾ ക്യാറ്റ് 2ൽ ബാറ്ററി പാക്കേജ് ഒത്തിരി കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് 150 കിലോമീറ്ററിന് അടുപ്പിച്ച് കിട്ടുമെന്ന് അവർ ഞാൻ തിരക്കപ്പെടുത്തി പറഞ്ഞായിരുന്നു. ബാറ്ററിയിൽ ലെഡ് ആസിഡ് ബാറ്ററി അല്ല ഇപ്പോൾ പറഞ്ഞത്, വേറെ എന്തോ ഒരു ഒത്തിരി കൂടിയ ബാറ്ററിയാണെന്നാണ് പറഞ്ഞത്. വില ഒത്തിരി കൂടുതലുണ്ട് അത് നേരത്തെ എടുത്ത കാട്ടി. അന്ന് ഏകദേശം എനിക്ക് അന്ന് തന്നെ 1.45 ആയി വണ്ടി വെളിയിലും കൂടെ ഇറങ്ങിയപ്പോൾ. ശരി, ഇനി ഈ വണ്ടി വിവരം കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം പറയാമെന്നുള്ളതാണ്. ശരി, താങ്ക് യു.